സംഭവങ്ങളാണ് നമുക്ക് ഖുർആനിന്റെ ഈ ഖണ്ഡന രംഗത്ത് പൂർമുഖത്ത് ഖുർആൻ കാണിച്ചിട്ടുള്ള ഈ ഖുർആൻ നടത്തിയിട്ടുള്ള ഈ മുന്നേറ്റങ്ങൾ ധാരാളം നമുക്ക് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയും. അതുകൊണ്ട് ഖുർആനിന്റെ ആശയ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ ഖുർആനിന്റെ വലിപ്പവും ഈ ഖുർആനിന്റെ ആശയ സമ്പുഷ്ടതയും അതുപോലെ മാസ്മരികതയും അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ പഠിക്കണമെങ്കിൽ, അർത്ഥങ്ങൾ കരസ്ഥമാക്കണമെങ്കിൽ വലിയ ശ്രമം വേണം, വലിയ അധ്വാനം വേണം. അത് പെട്ടെന്ന് കഴിയുന്ന കാര്യമില്ല. പക്ഷേ എന്നിരുന്നാലും റബ്ബ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുള്ള അവന്റെ ഒരു റിസാലത്ത്, അവന്റെ ഒരു സന്ദേശം, അവന്റെ അടിമകൾക്ക് അയച്ചിട്ടുള്ള ഒരു ലെറ്റർ എന്ന രൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ ശരീഫിന്റെ നമ്മോടുള്ള ആ സംസാരത്തിന്റെ ചെറിയ ഒരു പൊരുളെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എത്ര നിർഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും അധികം ആദരിച്ചിട്ടുള്ള നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ സന്ദേശങ്ങൾ നാം ഇങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ സമയങ്ങൾ വെറുതെ വേസ്റ്റ് കളയുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നാം ചെറിയ രൂപത്തിലെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് ഒരു ദർശനം ചെന്നുകൊണ്ട് വർഷങ്ങളോളം പഠിച്ച് ഇനി ഒരു ഖുർആൻ പണ്ഡിതനാകാൻ നമുക്ക് ഒരുപക്ഷെ അവസരമില്ലായിരിക്കാം. എന്നിരുന്നാലും ഇത്തരം ക്ലാസുകൾ ഉപയോഗപ്പെടുത്തി ഖുർആൻ നമ്മളോട് എന്ത് സംസാരിക്കുന്നു? വിശുദ്ധ യാസീൻ എന്ന സൂറത്ത് ഖൽബുൽ ഖുർആനാണെന്ന് നേരത്തെ അബൂ റയ്യാനിന്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടു. അങ്ങനെയുള്ള ഖൽബുൽ ഖുർആനായ ഈ സൂറത്ത് നമ്മളോട് എന്താണ് വിളിച്ചു പറയുന്നതോ, നമ്മോട് എന്ത് ആശയങ്ങളിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നതോ, ഇതൊക്കെ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് അബൂസിനു പറഞ്ഞതുപോലെ യാസീനിലേക്ക് ഒരു തുടക്കമാണ്. അപ്പോൾ യാസീനിലേക്കൊന്നും കൂടുതൽ ഇറങ്ങി ചെന്ന് പറയുക എന്ന തുടക്കത്തിൽ ശരിയല്ല. ഇൻഷാ അല്ലാഹ് ഇനിയും അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ, നമുക്ക് അവസരങ്ങൾ ഒത്തുവരികയാണെങ്കിൽ അത്തരം വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെന്ന് പറയണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്, വലിയൊരു സന്തോഷം. തജ്വീദിന്റെ ക്ലാസ്സിന് മുമ്പ് അബൂ റയ്യാൻ ഉസ്താദും അതുപോലെ അബൂസിനും ഒക്കെ പറഞ്ഞതുപോലെ ഇങ്ങനെ ദീനിയായ കാര്യങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു അവസരം, എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ പഠിച്ച ആളുകൾക്ക് അത് പറയാനുള്ള അവസരം, കൂടുതൽ പഠിക്കാൻ മറ്റുള്ളവർക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരം, അതൊക്കെ ഈ ഒരു KMIC-യിലൂടെ ഇങ്ങനെ ഒരു റൂമിലൂടെ നമുക്ക് കഴിയുക എന്നത് വലിയൊരു സന്തോഷമാണ്. ഈ ഒരു ക്ലാസ്സിൽ വലിയൊരു സന്തോഷത്തിനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞത് മുഴുവനും ആദ്യം മുതൽ അവസാനം വരെയുള്ള നമ്മുടെ എല്ലാ ഈ വാക്കുകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ ശരീഫ് നാളെ ആഖിറത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിനോട് അതിന്റെ അഹ്ലുകാർക്ക് വേണ്ടി ശഫാഅത്ത് നടത്തുന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ശഫാഅത്ത് പറയുമ്പോൾ, ശുപാർശ നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ പെടാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബ് അങ്ങനെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ആ സൂറത്തുൽ ബഖറ മുന്നിൽ നിൽക്കുമത്രേ, ഒരു ലീഡറെ പോലെ മുന്നിൽ നിന്നുകൊണ്ട് ആ ഖുർആൻ അതിന്റെ ആളുകൾക്ക് വേണ്ടി, ആ ആളുകൾ വല്ല കാരണവശാലും അവർക്കെന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, പോരായ്മകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ആഖിറത്തിൽ അവർ പിന്നോക്കാവസ്ഥയിലായി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സധീരം ശബ്ദിക്കാൻ അബൂബക്കറിയുടെ നേതൃത്വത്തിൽ ഖുർആൻ വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമുക്കതിന്റെ ആളുകളായി മാറാൻ കഴിയണം. വളരെ ഖേദകരമാണ് ഖുർആനൊന്നും മറിച്ച് വേണ്ട പോലെ ഓതാൻ പോലും കഴിയാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലൊക്കെ മദ്രസ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്തവർ, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തിയവർ തന്നെ പിന്നീട് കുറെ കാലം ആ ഒരു ചോരത്തിളപ്പിന്റെ കാലത്ത് ഖുർആനുമായി ബന്ധപ്പെടാതെ വർഷങ്ങളോളം കഴിഞ്ഞതിന്റെ പേരിൽ ഖുർആനൊന്ന് ഓതാൻ പോലും കഴിയാത്ത എത്ര സുഹൃത്തുക്കളെ നമുക്ക് കാണാൻ പറ്റും. വല്ലാത്ത നഷ്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം നഷ്ടങ്ങൾ തിരിച്ചു പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഈ KMIC ഒരു വലിയ നിധിയാണ് ഈ സമയത്ത്
ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഈ തജ്വീദിന്റെ ക്ലാസ്സിലൊക്കെ വളരെ സ്ഫുടമായ രൂപത്തിൽ, വളരെ ഭംഗിയായ രൂപത്തിൽ അതിന്റെ ഉസ്താദുമാർ ക്ലാസ് എടുക്കുമ്പോൾ എത്ര സുഖമുണ്ടെന്ന് കേൾക്കാൻ, എത്ര രസമുണ്ടെന്ന് കേൾക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപകാരപ്രദമായ ക്ലാസ്സുകളാക്കി നമ്മുടെ എല്ലാ ക്ലാസ്സുകളെയും ആക്കി പെരുമാറാവട്ടെ. ഇനി പഴയ കാലത്തൊക്കെ കിതാബുകൾ, നമ്മുടെ നഫായിസ് പോലെയുള്ള കിതാബുകളൊക്കെ അതിന്റെ ആദ്യത്തിൽ ഇങ്ങനെ കാണുന്നതായി കാണാം. പഴയ കാലത്തെ പണ്ഡിതന്മാർ വലിയ വലിയ ഇന്നുള്ള ആളുകളാണ്. അവര് കിതാബുകൾ എഴുതിയാൽ ഇന്നത്തെ പോലെ പ്രിന്റ് ചെയ്ത് അത് അടിക്കാൻ ആ കാലത്ത് വലിയ പ്രയാസമാണ്. ഇന്നത്തെ പോലെ കടലാസുകളും മെഷീനുകളൊന്നുമില്ല. വലിയ വലിയ രാജാക്കന്മാരുടെ ആ ഒരു കനിവുണ്ടെങ്കിൽ മാത്രമേ അത് പുറം ലോകം കാണുകയുള്ളൂ. അങ്ങനെ എത്രയെത്ര കിതാബുകളാണ്, ഗ്രന്ഥങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് എന്ന് ചിന്തിക്കുമ്പോൾ വലിയ സങ്കടമാണ്. അങ്ങനെ രാജാക്കന്മാരെ എല്ലാം സോപ്പിട്ട് അവരൊരുപാട് പുകഴ്ത്തി അതൊന്ന് പബ്ലിഷ് ചെയ്യപ്പെടാൻ വല്ലാതെ പ്രയാസപ്പെട്ടത് നഫായിസൊക്കെ വായിക്കുമ്പോൾ ആ കാലത്തുള്ള പണ്ട് രാജാക്കന്മാരെ വല്ലാതെ പുകഴ്ത്തി പറയുന്നതായി കാണാം. അതെങ്ങനെയെങ്കിലും അവരുടെ കനിവ് കൊണ്ടൊന്ന് പബ്ലിഷ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടോ. എന്നാൽ ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ ക്ലാസ്സുകൾ അത് ഓൺലൈനായി കൊടുക്കാൻ നമുക്ക് ആരുടെയും കാല് പിടിക്കേണ്ടതില്ല. യാതൊരു സംവിധാനങ്ങളും അല്ലാഹു തആല ചെയ്തു തന്നു. നേരത്തെ ഞാൻ പറഞ്ഞ ആ നമ്മുടെ ലേഖന സമാഹാരങ്ങൾ, പുസ്തക സമാഹാരങ്ങൾ ഇന്ന് ഭാവി ഇന്റർനെറ്റിൻ്റെതാണ് എന്നതിൽ ആർക്കും ഒരു സംശയവുമില്ല. ഇന്ന് കച്ചവടങ്ങളും എല്ലാം നടക്കുന്നത് ഇന്റർനെറ്റ് മുഖേനയാണ്. ലോകം ഇന്റർനെറ്റ് രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്റർനെറ്റ് സദാസമയവും 24 hours എന്ന രൂപത്തിൽ ഇന്റർനെറ്റിൽ ആളുകൾ അവരുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ഇപ്പോൾ ചെയ്ത സേവനം വലിയ സേവനമാണെന്നതിന് പുറമെ ഇതുപോലെയുള്ള ഇന്റർനെറ്റിന്റെ സാധ്യമായ എല്ലാ വശങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പുസ്തകങ്ങൾ ധാരാളം ആളുകൾ എഴുതാൻ കഴിയുന്നവരുണ്ടാകും. എഴുതാൻ കഴിയാത്തവർക്ക് തന്നെ എത്രയോ മലയാള പുസ്തകങ്ങൾ നമുക്ക് കിട്ടും. അതൊന്ന് ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിലാക്കി നമ്മുടെ ഇന്റർനെറ്റിൽ കയറ്റിയിട്ടാൽ അത് എഴുതിയ ആളുകളോട്, അതിന്റെ പ്രസ്സുകാരോട് സമ്മതം വാങ്ങി നമുക്ക് അങ്ങനെ അവരുടെ അനുവാദത്തോടുകൂടെ അങ്ങനെ ചെയ്താൽ അതൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉപകരിക്കും. നമുക്ക് രാജാക്കന്മാരുടെ മുഖസ്തുതി പറയേണ്ടതില്ല. ഈ ലേഖനങ്ങൾ എത്ര ആളുകൾ പിന്നീട് വായിക്കുന്നുവോ, എത്ര കാലം അത് നിലനിൽക്കുന്നുവോ അത്രയും അവരതിൽ നിന്ന് എത്ര ഉപകാരങ്ങൾ എടുക്കുന്നുവോ അതിനനുസരിച്ച് ഇവന്റെ ഹസനാത്താണ് കൂടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. വലിയ ഒരു ഭാഗ്യമാണ് ഇന്റർനെറ്റ്. അത് ഒരുപാട് ഷെറുള്ളതുപോലെ, ഒരുപാട് ബുദ്ധിമുട്ടുള്ളതുപോലെ വലിയൊരു ഭാഗ്യവുമാണ്. അത് അല്ലാഹു തആല കൊടുക്കുന്ന എല്ലാ നിയമത്തുകളും അങ്ങനെയാണ്. അതിൽ ഒരു നന്മയുടെ വശമുണ്ടാകും, ഒരു തിന്മയുടെ വശമുണ്ടാകും. അതിന്റെ നന്മയുടെ വശം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണല്ലോ ഒരു മുഅ്മിനിന്റെ ബാധ്യത. ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് യാസീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൂടുതൽ സംസാരിച്ച് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് കടക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത ക്ലാസിന്റെ സമയം ഏകദേശമായി തുടങ്ങി. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ഇത്തരം ക്ലാസുകളും ഈ കൂടിച്ചേരലുകളുമെല്ലാം ആഖിറത്തിലേക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളായി അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. വലിയ ഒരു അവസരമാണ്. എത്രയോ ആളുകളുടെ, പണ്ഡിതന്മാരുടെ ദുആ കിട്ടാൻ കാരണമുള്ള ഒരു സംരംഭമാണ്. നേരത്തെ റയ്യാൻ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ദുആ കിട്ടാൻ കാരണമാകുന്ന ഒരു വേദിയാണ് ഇത്. അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആർക്കും സാധ്യമല്ല എന്ന് ഞാൻ വിലയിരുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തൃപ്തിപ്പെടുന്ന ആളുകൾ നമ്മൾ ഉൾപ്പെടുത്തി അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും ഭാര്യ സന്താനങ്ങളെയും ഒക്കെ ഉൾപ്പെടുത്തി നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ സഹായിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തി പെരുമാറാവട്ടെ. ഈ ക്ലാസ് റൂമിൽ എന്തെല്ലാം രൂപത്തിൽ സഹായ സഹകരണങ്ങൾ ചെയ്യുന്ന, അതിന്റെ ഇട്ടുകൂടി സഹകരിക്കുന്ന ഇങ്ങനെയുള്ള എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.